ഇന്ന് നമ്മുടെ തട്ടകത്ത് അമ്പലത്തിൽ വേലയാണ് കേട്ടോ. ഇന്ന് 18:30 കാവിൽ വേല ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ, കുംഭഭരണിക്ക്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വേല നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെട്ടിയാർകിൽ ഭഗവതി ക്ഷേത്രം എന്നാണ് കേട്ടോ. നമ്മുടെ ഗുരുവായൂരിന്ന് ചാവക്കാട് പോകുമ്പോൾ മുതൂട്ടൊരു സെൻറ്റർ ഉണ്ട്, അവിടെയാണ് ചെട്ടിയാർകിൽ ഭഗവതി ക്ഷേത്രം വരുന്നത് കേട്ടോ. ഇവിടെ ആനയൊന്നുമില്ല കേട്ടോ പൂരത്തിന്, അതുകൊണ്ട് തന്നെ സമാധാനപൂർവ്വം പോവാം കേട്ടോ. കാരണം ആന ഉണ്ടെങ്കിൽ പേടിച്ച് നിൽക്കണം. എനിക്കാണെങ്കിൽ ആനയെ തീരെ താല്പര്യമില്ല. എനിക്ക് കാണാനൊക്കെ ഇഷ്ടമാണ്, പക്ഷെ ആനയുള്ള പൂരത്തിന് പോകാൻ എനിക്കിഷ്ടമില്ല കേട്ടോ. പേടിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രാവശ്യത്തെ ഞാൻ പോയപ്പോൾ ഈ വേലയിൽ കൂടുതലായിട്ട് കാളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഗൊറില്ലയാണ് ഒരു വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീരനാട്യം അതൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഈ സമയത്ത് പൂരം കയറുന്ന സമയത്തൊന്നും നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്കൊന്നും പോകില്ല കേട്ടോ. ഇവിടെ ഒരു പഴയൊരു മാവേലിയായിരുന്നു ഇത്. ആ മാവേലിയിലെ തിണ്ണയിലാണ് ഞങ്ങൾ ഇരിക്കാറ് കേട്ടോ. എല്ലാ പ്രാവശ്യം അങ്ങനെയൊന്നല്ല, വല്ലപ്പോഴും കൂടുമ്പോഴാണ് പൂരത്തിന് വേലയ്ക്കൊക്കെ പോവുള്ളൂ. ഇപ്രാവശ്യം എന്തായാലും ഇവിടെ ഇരുന്നു എന്നുള്ളൂ, അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ട് തോക്കും, അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ റിസ്കിനൊന്നും ഞങ്ങൾ പോയില്ല. പിന്നെ ഒരുപാട് നേരം ഇരിക്കുകയും ചെയ്തു, 2-3 മണിക്കൂർ ഇവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പൂരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഇതൊരു പ്രത്യേക വൈബാണ് കേട്ടോ പിള്ളേർക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖമല്ലേ ഇതിലിരുന്ന് കളിക്കാൻ. പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിട്ടാ. അങ്ങനെ ഇക്കൊല്ലത്തെ വേല അത്ര ഗുമ്മില്ല എന്ന് എനിക്ക് തോന്നിയിട്ടാ. ചിലപ്പോൾ അപ്പുറത്തെ സൈഡിൽ കൂടെ ഒക്കെ പൂരങ്ങൾ വേറെ വന്നിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോകാത്ത കാരണമായിരിക്കാം ചിലപ്പോൾ. എന്തായാലും ഇക്കൊല്ലത്തെ വേലയും കൂടി അവസാനിച്ചു. ഇനി ഞങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഗുരുവായൂർ ഉത്സവമാണ് കേട്ടോ വരാൻ പോണത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെ പറ്റി സംസാരിക്കാം.